ആരോഗ്യവകുപ്പ് വാങ്ങിയ കോടികളുടെ മരുന്ന് ഉപയോഗിക്കാതെ നശിച്ചു. 10 വർഷം വെയർഹൌസുകളിൽ സൂക്ഷിച്ച മരുന്നുകളാണ് ഉപയോഗശൂന്യമായത്. കോവിഡ് കാലത്ത് വാങ്ങിയ മരുന്നുകളും കിറ്റുകളും ഈ നശിച്ചവയിലുണ്ട്. കേരളത്തിലെ 16 വെയർഹൌസുകളിൽ പെട്ടി പോലും പൊട്ടിക്കാതെ മരുന്നുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു വിവരങ്ങളുമായി. റോബിൻ, ഈ ആരോഗ്യ വകുപ്പിന്റെ നേട്ടപ്പട്ടികയിൽ ഒരുപാട് ഇനങ്ങൾ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും. അതിനിടയിലാണ് അപ്പോൾ ആ പട്ടികയ്ക്കൊക്കെ ഇടയിൽ നിന്ന് പുറത്തേക്ക് പുതിയ പുതിയ വിവരങ്ങൾ വരികയാണ്. തീർച്ചയായും ആരോഗ്യ മേഖലയുടെ ഒരു പൊന്തൂവൽ എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന വാർത്തയുള്ളത് അബ്ജോദെ. കാരണം സാധാരണക്കാരായ ജനങ്ങളെ നിലത്ത് കിടത്താതിരിക്കാൻ പല ശ്രമങ്ങൾ നടത്തുന്നു. ഈ ആശുപത്രികളിൽ നിലത്ത് ബെഡ് പോലും ഇല്ലാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. മരുന്ന് പോലും കൃത്യമായി പലയിടങ്ങളിൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. അത് ഒക്കെ ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു നിരുത്തരവാദിത്തപരമായ നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തപ്പോൾ ഞെട്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നത്. കോടികളുടെ മരുന്നാണ് ഉപയോഗിക്കാതെ പെട്ടി പോലും പൊട്ടിക്കാതെ വെയർഹൌസുകളിൽ കെട്ടിക്കിടക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൌരവതരമായ കാര്യം. ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്. അതിൽ കോവിഡ് കാലത്തുള്ള മരുന്നുകളും PPE കിറ്റുകൾ പോലും ഇതുവരെയും ഉപയോഗിക്കുക പോലും ചെയ്യാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് കെട്ടിക്കിടക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ മൂല്യം കണക്കാക്കുമ്പോഴൊക്കെ കോടികൾ കടക്കും ഇതിന്റെ വിവരങ്ങൾ എന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നടപടികളിലേക്ക് കടക്കുകയാണ്. ആകെ 16 വെയർഹൌസുകളാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് മരുന്നുകൾ എക്സ്പയറി ഡേറ്റായി കഴിഞ്ഞ് കെട്ടിക്കിടക്കുന്നത്, ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. എല്ലാ ജില്ലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വെയർഹൌസിലാണ് ഈ ഉള്ളത്. ഇനി ഈ മരുന്നുകളൊക്കെ ഒന്നും ചെയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇത് നശിപ്പിക്കണം. ആ നശിപ്പിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കാത്ത കോടികളുടെ നഷ്ടം ആരോഗ്യവകുപ്പിന് ഉണ്ടായി കഴിഞ്ഞു. ഇനി ഇത് നശിപ്പിക്കണമെങ്കിൽ 1/2 കോടിയോളം രൂപ വീണ്ടും വരുന്ന സാഹചര്യമാണ്. അതും ആരോഗ്യവകുപ്പിന്റെ, നമ്മുടെ സാധാരണക്കാരുടെ പണം എടുത്തു വേണം ചെലവാക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ